السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على رسول الله وعلى آله وأصحابه أجمعين، أما بعد. اتقوا الله عباد الله. عن أبي هريرة رضي الله تعالى عنه قال قال رسول الله صلى الله عليه وسلم: خصلتان لا تجتمعان في منافق: حسن سمت ولا فقه في الدين. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറഞ്ഞു: ലാ ഖസ്ലതാനി ലാ തജ്തമിആനി ഫി മുനാഫിഖിൻ. രണ്ട് കാര്യങ്ങൾ, രണ്ട് ഗുണങ്ങൾ അതൊരു മുനാഫിഖിൽ ഒരിക്കലും ഒരുമിച്ച് കൂടുകയില്ല. അതായത് ഒരു മുനാഫിഖാണോ അയാൾക്ക് ഇനി പറയാൻ പോകുന്ന രണ്ട് കാര്യങ്ങളുടെ അയാളുടെ ജീവിതത്തിൽ എന്തില്ല ഉണ്ടാവുകയില്ല. ഒന്നാമത് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഹുസ്നു സംതിൻ, ഏറ്റവും നല്ല സ്വഭാവം എന്നാണ്. അതായത് സൽസ്വഭാവി ആയിരിക്കാൻ ഒരിക്കലും ഒരു മുനാഫിഖിന് കപടവിശ്വാസിക്ക് എന്തില്ല സാധിക്കുകയില്ല. ഒരു മുനാഫിഖ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉള്ളിൽ കുഫർ വെച്ച് പുലർത്തുന്ന, അതായത് അള്ളാഹുവിലോ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലോ ഒന്നും വിശ്വാസമില്ലാതെ ഏതൊരു സമൂഹത്തിലാണോ ജീവിച്ചത് ആ സമൂഹം ജീവിക്കുന്നതിനനുസരിച്ചുകൊണ്ട് അങ്ങനെ ജീവിക്കുക. ഉള്ളിൽ എന്തില്ല, യഥാർത്ഥമായ വിശ്വാസമോ മറ്റോ കാര്യങ്ങളോ ഒന്നും എന്തില്ല അയാൾക്കില്ല. അങ്ങനെയുള്ള ഒരാൾക്കാണ് മുനാഫിഖ് എന്ന് പറയാം. അള്ളാഹു സുബ്ഹാനഹു വ തആല തന്നെ പറഞ്ഞത് മുനാഫിഖീങ്ങളായ ആളുകളാണ് നരകത്തിന്റെ ഏറ്റവും അടിത്തട്ടിലുള്ള ആളുകൾ എന്നാണ്. അപ്പോൾ ഒരു മുനാഫിഖാവുക എന്ന് പറഞ്ഞാൽ അദ്ദേഹം കാഫിറാവുക എന്നുള്ളത് തന്നെയാണ്. കാഫിറിനേക്കാൾ കഠിനമേറിയ ശിക്ഷയാണ് ഒരു മുനാഫിഖിന് അള്ളാഹു സുബ്ഹാനഹു വ തആല കൊടുക്കുന്നത്. നരകത്തിന്റെ ഏറ്റവും അടിത്തട്ടിലാണ്. കാരണം ഒരു മുനാഫിഖായ മനുഷ്യൻ എന്ന് പറഞ്ഞാൽ അവനെ കൊണ്ടുള്ള ഷർറാണ് ഏറ്റവും കൂടുതൽ. അയാൾ ദീനിൽ നിൽക്കുകയും ചെയ്യും, മുസ്ലിമീങ്ങളുടെ ഇടയിൽ നിൽക്കുകയും ചെയ്യും, എന്നിട്ട് മുസ്ലിമീങ്ങൾക്ക് എതിരിൽ പ്രവർത്തിക്കുകയും ചെയ്യും. എന്നാൽ ഒരു കാഫിറിനെ സംബന്ധിച്ച് നമുക്ക് എപ്പോഴും ജാഗ്രത പാലിക്കാം. കാരണം എന്താണ്, ഓൻ അപ്പുറത്തെ സൈഡിലാണ്. ഒരു കപടവിശ്വാസിയെ പോലെയല്ല, മറിച്ച് ഓനെ നമുക്ക് കൃത്യമായിട്ട് അറിയാം, ഓനൊരു കാഫിറാണ് അല്ലെങ്കിൽ ഒരു മുസ്ലിം കമ്മ്യൂണിറ്റിപ്പെട്ട ആളല്ല എന്ന് കൃത്യമായിട്ട് അറിയാം. പക്ഷേ മുനാഫിഖ് അങ്ങനെയല്ല, ഓൻ നമ്മുടെ കൂട്ടത്തിൽ തന്നെ നിന്നുകൊണ്ട് ഇസ്ലാമിനെതിരെ പ്രവർത്തിക്കുന്ന ആളുകളായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള ഒരാൾക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ കഴിയില്ല, നല്ല രൂപത്തിൽ സംസാരിക്കാൻ, നല്ല രൂപത്തിൽ ഇടപെടാനും ഒന്നും സാധിക്കില്ല. ബാപ്പാനോടാവട്ടെ, മാതാപിതാക്കളോടാവട്ടെ, മക്കളോടാവട്ടെ, മുതിർന്നവരോടാകട്ടെ, താഴ്ന്നവരോടാകട്ടെ, ആരോടും നല്ല രൂപത്തിൽ സംസാരിക്കാനും പെരുമാറാനും ഒന്നും എന്തില്ല ഒരു മുനാഫിഖായ മനുഷ്യന് സാധിക്കുകയില്ല. രണ്ടാമതായി റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് വലാ ഫിഖുൻ ഫിദ്ദീനി, ദീനിൽ അവഗാഹം നേടാൻ, ദീനിൽ അറിവ് കരസ്ഥമാക്കാനും ആ മനുഷ്യന് എന്ത് ചെയ്യൂല സാധിക്കുകയില്ല. അപ്പോൾ എന്തെങ്കിലും നിലക്ക് ദിവസം നമ്മൾ ഏതെങ്കിലും ഒരു ആയത്തോ അല്ലെങ്കിൽ ഒരു ഹദീസോ അല്ലെങ്കിൽ ഒരു മസ്അലയോ അതല്ലെങ്കിൽ ഒരു ഫിഖഹിന്റെ പാഠങ്ങളോ എന്തെങ്കിലും ജീവിതത്തിൽ ഒരു ദിവസം കടന്നു കഴിഞ്ഞു പോകുമ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ടാകണം. അപ്പോൾ നമ്മളങ്ങനെ പഠിക്കാൻ തയ്യാറാകുന്നില്ല, അല്ലെങ്കിൽ നമ്മൾ പഠിക്കുന്നേ ഇല്ല, നമ്മൾ നമ്മുടെ ഹവ അനുസരിച്ചുകൊണ്ട് നമ്മുടെ ദീനിങ്ങനെ മുന്നോട്ട് പോവുകയാണെങ്കിൽ അയാൾ മുനാഫിഖായി പോകാൻ എന്താണ് സാധ്യതയുണ്ട്. മറിച്ച് നമ്മൾ എന്നും ദീനിന്റെ കാര്യങ്ങൾ പഠിക്കുകയും മനസ്സിലാക്കുകയും ജീവിതത്തിൽ പ്രാവർത്തികമാക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് എങ്കിൽ നിഫാഖിൽ നിന്നും നമുക്ക് എന്താണ് ഒരു രക്ഷയാണ്. നമുക്ക് ഈ ലോകത്ത് കാണുന്ന ഏത് പ്രത്യയശാസ്ത്രത്തിലും ജീവിക്കാൻ അറിവ് വേണമെന്നില്ല. പക്ഷേ മുസ്ലിമായി ഒരു ദിവസം കടന്നു പോകണമെങ്കിൽ പോലും അയാൾക്ക് എന്ത് വേണം, എല്ലാ വിഷയങ്ങളെ സംബന്ധിച്ചും അയാൾ ഇടപെടുന്ന വിഷയങ്ങളെ സംബന്ധിച്ച്, അതായത് ഒരു വിശ്വാസി 5 നേരം നിസ്കരിക്കുക അയാളുടെ ജീവിതത്തിൽ നിത്യമായി ഇടപെടേണ്ട കാര്യമാണ്. എന്തെല്ലാം ജോലികൾ ചെയ്യണം, എന്തെല്ലാം ബിസിനസ്സുകൾ ചെയ്യണം, അയാൾ ദിവസം പ്രതി ഇടപെടുന്ന മേഖലകളാണ്. അതിനെക്കുറിച്ച് ദീനിന് കൃത്യമായ കാഴ്ചപ്പാടുണ്ട്. അപ്പോൾ ഇതൊന്നും അറിയാതെ നമ്മുടെ ഹവക്കനുസരിച്ചുകൊണ്ട് നമ്മളിങ്ങനെ ജീവിച്ചു പോവുകയാണ് എങ്കിൽ, അതായത് ദീനിൽ അവഗാഹം നേടാതെ, ദീനിൽ പഠിക്കാതെ ആ രൂപത്തിൽ മുന്നോട്ട് പോവുകയാണ് എങ്കിൽ അതും നിഫാഖായി മാറാൻ അത് കാരണമായി തീരും. കാരണം ഈ രണ്ട് ഗുണങ്ങളും, അതായത് സൽസ്വഭാവവും അതുപോലെ തന്നെ ദീനിൽ അവഗാഹം നേടുക എന്ന കാര്യവും ഒരിക്കലും ഒരു മുനാഫിഖിൽ ഒരുമിച്ച് ചേരുകയില്ല എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി കൊണ്ട് കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ മനഃപൂർവ്വം തന്നെ നമ്മുടെ സ്വഭാവം മോശമാണ് എങ്കിൽ, നമ്മുടെ പെരുമാറ്റം മോശമാണ് എങ്കിൽ നമ്മളത് നന്നാക്കിയെടുക്കാൻ ശ്രമിക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, സ്വർഗത്തിന്റെ ഉന്നതിയിൽ ഞാനൊരു ഭവനം ഞാൻ എന്ത് ചെയ്യാം, സാക്ഷി നിൽക്കാം. ആർക്കാണ്? ലിമൻ ഹസുന ഖുലുഖുഹു, ഏതൊരുവൻ്റെയാണോ സ്വഭാവം ഏറ്റവും നന്നായത് അയാൾക്ക് സ്വർഗത്തിന്റെ ഉന്നതിയിൽ ഒരു ഭവനം നൽകാമെന്നാണ്. അപ്പൊ ചിലവരൊക്കെ പറയും അത് സ്വഭാവം ഓട്ടോമാറ്റിക്കലി നന്നാകുന്നതല്ലേ,
വേറെ ചില റിവായത്തിൽ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ലിമൻ ഹസ്സന ഖുലുഖഹു എന്നാണ്. ആരുടെ സ്വഭാവത്തെയാണോ അവൻ നന്നാക്കിയത്. തഹ്സീൻ ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? നന്നാക്കണമെങ്കിൽ എന്ത് ചെയ്യണം? അതിൻ്റെ മുമ്പേ അവൻ്റെ സ്വഭാവം മോശമാവണം. അപ്പോൾ നല്ല സ്വഭാവമാക്കി മാറ്റിയവന് സ്വർഗത്തിന്റെ ഉന്നതിയിലൊരു ഭവനം നൽകാമെന്നൊക്കെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി കൊണ്ട് കാണാൻ സാധിക്കും. അതുകൊണ്ട് ഈ രണ്ട് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുക. ഒന്ന്, ജീവിതത്തിൽ സൽസ്വഭാവം ഉണ്ടാവുക. അതുപോലെ തന്നെ ജീവിതത്തിൽ ഓരോ ദിവസം കടന്നു പോകുമ്പോഴും എന്തെങ്കിലും ഒക്കെ ഒരു മസ്അല അല്ലെങ്കിൽ ഖുർആനിന്റെ ഒരു ആയത്ത്, അതിന്റെ തഫ്സീർ, നമ്മളൊക്കെ ഭാഗ്യവാന്മാരാണ്. മലയാളത്തിൽ പോലും എന്തുണ്ട്, നമുക്ക് വിശുദ്ധ ഖുർആനിന്റെ പരിഭാഷയല്ല, അതിൻ്റെ വിശദീകരണ ഗ്രന്ഥങ്ങൾ പോലും നമുക്ക് ഉണ്ട്. അപ്പോൾ കൃത്യമായി പഠിക്കാനും മനസ്സിലാക്കാനും ഒക്കെ നമ്മൾ സമയം കണ്ടെത്തുക. അള്ളാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കാനും അതനുസരിച്ച് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും എല്ലാമുള്ള തൗഫീഖ് നമുക്ക് അവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സുബ്ഹാനകല്ലാഹുമ്മ ബിഹംദിക അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വ അത്തൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.